دوت اللي فوق. صح تمام. अभी मेरे को बिरयानी नहीं चाहिए. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇത് അബ്ദുറഹ്മാൻ ഇവിടെ പുതിയതായിട്ട് ഇങ്ങോട്ട് വന്നതാണ്, റിസപ്ഷനിസ്റ്റായിട്ട്. പുതിയ കലം ചാനൽ സബ്സ്ക്രൈബ്. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലോട്ട് തിരിച്ച്. ഇന്ന് എന്നെക്കാളും നേരത്തെ തന്നെ മിൻഹാജ് റൂമിലെത്തി. മിൻഹാജിനാണെന്നുണ്ടെങ്കിൽ നാട്ടിലൊരു ബാങ്ക് ലോണിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന വീഡിയോ ആണ്. അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. മിൻഹാജ് आज किधर जा रहा है बोलो? हम आज उल्टा करने के लिए जा रहा है. बांग्लादेश में पैसा लेता है, इधर से उल्टा करके वीडियो डालूंगा. मालूम? സംഭവം വേറൊന്നുമില്ല, മിൻഹാജ് ബംഗ്ലാദേശിലൊരു പേഴ്സണൽ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തായിരുന്നു. അതിന് ബിൽഡിംഗ് ജോലി ചെയ്യുന്നതിൻ്റെ വീഡിയോ വേണമെന്നാണ് പറഞ്ഞത്. നമ്മളെ നാട്ടിലൊന്നും ഞാനും കേട്ടിട്ടില്ല ഇത്. അങ്ങനെ കരീമിൻ്റെ കൂടെ പറഞ്ഞപ്പോൾ കരീം എൻ്റെ ഹോട്ടലിൽ കുറച്ച് ടൈലിടുന്ന പണിയുണ്ട്, അതിന് ചെല്ലുന്നാന്ന് ചോദിച്ചു. അങ്ങനെ നേരെ അവനെ കൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ടൈലിട്ടിട്ട് വരാം, കമോൺ ഗൈസ്. അങ്ങനെ ഞങ്ങൾ പണി സൈറ്റിലെത്തി. ഇന്ന് ഞങ്ങൾ പൊളിക്കും. കരീം ഇരുന്ന് മിൻഹാജിന് പണി പഠിപ്പിച്ചെടുക്കണമെങ്കിൽ മിൻഹാജിൻ്റെ ആക്ടിങ് നമുക്ക് കാണാം. ഏകദേശം ഒരു 10-15 വീഡിയോ എടുത്ത് അതിലവസാനം നമ്മൾ ഫിക്സ് ചെയ്തത് ഈ വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ 2 ടൈലും ചുറ്റിയേക്ക് തല്ലി പൊട്ടിച്ച് അമ്മാതിരി അടിയായിരുന്നു. അങ്ങനെ കള്ളപ്പടിയൊക്കെ കഴിഞ്ഞ് മിൻഹാജ് എത്തി. മിൻഹാജ് കൈസല്ല കാക്ക തുകോ കം മാലൂം मैं बांग्लादेश का पूरे आदमी को दूंगा. അങ്ങനെ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് നേരെ റിസപ്ഷനിൽ കയറി എല്ലാവരെയും കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവസാനം മിൻഹാജിൻ്റെ കള്ളപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് കള്ളപ്പണിക്കാരൻ എന്തായിരിക്കണം, ചോർ കാംചോർ കാംചോർ കാംചോർ. കഴിഞ്ഞ വീഡിയോ കണ്ട എല്ലാവർക്കും ഈ സ്ഥലം അറിയായിരിക്കും. ഞാൻ നീലവാഗിയുടെ കാര്യം പറഞ്ഞായിരുന്നു. ഇവിടെ ചെറുതായിട്ടൊക്കെ ഇലകളെല്ലാം നീലയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി അടുത്ത് വന്ന് അടിപൊളിയൊരു വീഡിയോ എടുക്കാം. ഞങ്ങളിപ്പോൾ പോകുന്നത് ഫുഡ് മേടിക്കാനായിട്ടാണ്. ഇന്ന് മിൻഹാജ് ടൈലിടാൻ പഠിച്ചതിൻ്റെ പാർട്ടി. അങ്ങനെ ഫുഡ് അഭയല ഹോട്ടലിൽ നിന്ന് മേടിക്കാൻ തീരുമാനിച്ചു. मिन्हाज तुमको बिरयानी चाहिए और चावल चाहिए? नहीं भाई, पहले 2 दिन खा के मैं वॉशरूम में है फुल टाइम. अभी मेरे को बिरयानी नहीं चाहिए. मैं चावल मच्छी ले रहा है, तुमको क्या चाहिए ले लो. പെരുന്നാളിൻ്റെ ബിരിയാണി ഉണ്ടാക്കി എൻ്റെ ക്ഷീണമാണ് ആശാൻ. അങ്ങനെ ഊണ് തിന്നു. ഞാൻ ഊണ് മേടിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഹോട്ടലിലെത്തിയപ്പോഴത്തേക്ക് ഇവിടെ 2 കുരുത്തൊക്കെ ഇട്ട 2 ഫ്രണ്ട്സിനെ കിട്ടി. അടിപൊളിയാണ്. ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഈ ചേട്ടൻ്റെ മക്കളാണ് കേട്ടോ. എന്നെ 2 എന്നെ ഇടിക്കുന്നുണ്ട് കേട്ടാ. ആരടിയിൽ എന്നെ അടിച്ചത്? നീ അല്ലേ? ആരാണ് എന്നെ അടിച്ചത്? ഞാൻ പറഞ്ഞു കൊടുക്കേ. എന്റെ പേരെന്തോ പറഞ്ഞേ? ചുങ്കി. ഇത് ചുങ്കി, അത് മങ്കി. എമി. ഇവ എമി. അടിപൊളി പേര് കേട്ടാ. സ്കൂളിലൊന്നും പോണില്ലേ? ആ, അടുത്ത ഡാൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്ന. പോയാ നിനക്ക് എത്ര വയസ്സായി? എടി നിനക്ക് എത്ര വയസ്സായി? 5 വയസ്സായ? मिन्हाज एक बिरयानी ले लूँगा आपको? एक बिरयानी खाओ. പാവ കേട്ടാ. പെരുന്നാളിൻ്റെ ബിരിയാണി ഇന്ന് ജീവിതത്തിന് ബിരിയാണി ഇല്ല. ഞങ്ങൾ ഫുഡ് പാഴ്സലാണ് പറഞ്ഞത്. പിന്നെ ഇവർ 2 പേരും ഉണ്ടായിരുന്നതുകൊണ്ട് സമയം പോയാൽ അറിഞ്ഞില്ല. നല്ല രസമായിരുന്നു. അങ്ങനെ എമിക്കും ഈവയ്ക്കും ടാറ്റായും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരുപാട് അന്വേഷിച്ച് കിടന്ന ഒടുവിൽ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി കണ്ടെത്തി. കരീമ വണ്ടിയിലിരുന്ന് നല്ല ഉറക്കമായിരുന്നു. പിന്നെ നിങ്ങളുടെ കൂടെയാണ്. വീഡിയോ എന്തായാലും കണ്ടുകൊണ്ടിരിക്കല്ലേ, ചുമ്മേലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ, പിന്നെ ഒരു ലൈക്കും. റൂമെത്തി ആദ്യം തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. പൊതി നിവർത്തിയപ്പോഴാണ് മനസ്സിലായത് അവർ ഒരു മീൻ വയ്ക്കാൻ മറന്നുപോയി. ഒരു മീനെ വെച്ചോളൂ. പിന്നെ ഞങ്ങൾ ആ മീനിനെ 2ആയിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. ഓക്കെ ബൈ.